ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നൊരു അടിപൊളി മുന്തിരി സ്ക്വാഷ്, മുന്തിരി പഴുപ്പ്, മുന്തിരി ജ്യൂസ് എന്തെല്ലാം അതൊക്കെ പറയാവുന്ന ഒരു അടിപൊളി റെസിപ്പി നോക്കിയാലോ. അതിനാവശ്യമായിട്ടുള്ള ജ്യൂസ് മുന്തിരി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 1 kg എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കഴുകിയെടുക്കാം. മുന്തിരി നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഒരു പാനിലേക്ക് മുന്തിരി മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കഴുകി വൃത്തിയാക്കിയ മുന്തിരിയുടെ ചേർത്ത് കൊടുക്കാം. അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. മുന്തിരിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. മുന്തിരിയൊക്കെ ആറിയിട്ടുണ്ട്. അന്നേരം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് നമുക്ക് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. മുന്തിരിയൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു അരിപ്പ വെച്ച് നന്നായി ഒന്ന് അരിച്ചെടുക്കാം. ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ഈ പൾപ്പ് എടുത്തതിന് ശേഷം അതിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയുടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ബോയിൽ ചെയ്യുക. ബോയിൽ ചെയ്ത് കുറച്ചൊന്ന് വറ്റുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്താൽ അടിപൊളി സ്കോച്ച് റെഡിയായി. എന്നാൽ കൂടി നമ്മൾക്ക് ഇങ്ങനെ പൾപ്പാക്കി കുപ്പിയിലാക്കി വെക്കുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യുന്നത്, ഈ തിളപ്പിച്ചെടുക്കുമ്പോൾ ഒരുപാട് ടൈം വേസ്റ്റ് ആവില്ലേ. അപ്പോൾ അതിനെക്കാട്ടും നല്ലത് ഈ ഒരു പൾപ്പ് തന്നെ കുപ്പിയിലാക്കിയതിന് ശേഷം ജ്യൂസ് അടിക്കാൻ നേരം ഇതിൻ്റെ കൂടെ പഞ്ചസാരയുടെ ചേർത്ത് വെള്ളമോ ഐസോ എന്താണെന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ അടിപൊളി ജ്യൂസ് റെഡിയായി. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് ചെയ്യാം. 2-3 പ്രാവശ്യമായിട്ടല്ലേ നമ്മൾ അടിച്ചെടുത്തത്. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു കുപ്പിയിലേക്ക് മാറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു ഷുഗറും ആഡ് ചെയ്തിട്ടില്ല. ഇത് ഒരു 1.5 ആഴ്ചത്തോളം നമ്മുടെ ഫ്രിഡ്ജിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ജ്യൂസ് അടിക്കാൻ നേരം പഞ്ചസാരയോ മിൽക്കോ ഏതാന്ന് വെച്ചാൽ നമുക്ക് ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് അന്നേരം സ്പെഷ്യൽ ആയിട്ട് ആരെങ്കിലും വരുവാണെങ്കിൽ നമുക്ക് അടിച്ചു കൊടുക്കാം. അധികം ടൈമും വേണ്ട. ഇതിന് നമുക്ക് എന്തും വിളിക്കാം. മുന്തിരി സ്ക്വാഷ് എന്നോ, മുന്തിരി പഴുപ്പെന്നോ, മുന്തിരി ജ്യൂസ് എന്നോ എന്ത് വേണം നമുക്ക് വിളിക്കാം. അപ്പൊ അടിപൊളി ഒരു മുന്തിരിയുടെ റെസിപ്പി കണ്ടില്ലേ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, കമന്റ്, സബ്സ്ക്രൈബ് ചെയ്യണേ.